ദേശീയപാതയിൽ വിള്ളലുണ്ടായ പയ്യന്നൂർ കോത്തായിമുക്കിൽ UDF പ്രതിനിധി സംഘം സന്ദർശനം നടത്തി. DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് മാർട്ടിൻ ജോർജിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് സന്ദർശനം നടത്തിയത്. ദേശീയപാത നിർമ്മാണത്തിൽ അടിമുടി അഴിമതിയെന്ന് പ്രതിനിധികൾ അഭിപ്രായപ്പെട്ടു. നിർമ്മാണത്തിലിരിക്കുന്ന ദേശീയപാതയിൽ വിള്ളലുണ്ടായതോടെ ജനം ആശങ്കയിലും ഭീതിയിലുമാണ് കഴിയുന്നതെന്ന് സ്ഥലം സന്ദർശിച്ച UDF നേതാക്കൾ പറഞ്ഞു. നാളിതുവരെ റീൽസ് ഇട്ട് നടന്ന മന്ത്രി കേരളത്തിലുടനീളം ചെന്ന് നിലവിലെ സ്ഥിതി കാണണം. DPR ഉൾപ്പെടെ അശാസ്ത്രീയമാണ്. സുതാര്യമല്ലാത്ത നടപടികളാണ് ഇതുവരെ ദേശീയപാത നിർമ്മാണത്തിൽ ഉണ്ടായതെല്ലാം സംഘം അഭിപ്രായപ്പെട്ടു. പാരിസ്ഥിതികാഘാത പഠനവും പൊതുതെളിവെടുപ്പും നടത്താതിരിക്കാൻ വേണ്ടിയുള്ള ചെറിയ റീച്ചുകളാക്കി മാറ്റി ടെൻഡർ കൊടുത്തു. കേന്ദ്ര ഗവൺമെന്റ് തുടക്കം മുതൽ ഈ പദ്ധതിയിൽ ഉണ്ടാവാൻ പറ്റുന്ന പാരിസ്ഥിതികാഘാത പഠനമടക്കമുള്ള ദുരന്തങ്ങളെ ഒഴിവാക്കാൻ ശാസ്ത്രീയ പഠനം നടത്തി ഒഴിവാക്കാൻ വേണ്ടി സമുദ്ര ഭാഗമാണ് ഈ 66 നാഷണൽ ഹൈവേ 66 3 റീച്ചായി ആദ്യം എസ്റ്റിമേറ്റ് എടുക്കാൻ തീരുമാനിച്ചത്. ഇപ്പോൾ ഏതാണ്ട് 12 റീച്ചായി മാറ്റിയിരിക്കുന്നു. എന്ന് പറഞ്ഞാൽ 40-50 കിലോമീറ്റർ ആണെങ്കിൽ പാരിസ്ഥിതികാഘാത പഠനം നടത്തേണ്ട, പൊതു തെളിവുകൾ നടത്തേണ്ട, പൊതുസമൂഹത്തിന്റെ അഭിപ്രായം തേടേണ്ടതില്ല. അപ്പോൾ ശാസ്ത്രീയ പഠനങ്ങൾ ഒഴിവാക്കാൻ വേണ്ടി ചെയ്തു. അതിന്റെ ദുരന്തമാണ് നമ്മൾ അനുഭവിക്കുന്നത്. നാഷണൽ ഹൈവേ ആദ്യം തയ്യാറാക്കി അലൈൻമെന്റിൽ മാറ്റം വരുത്താൻ സംസ്ഥാന ഗവൺമെന്റ് ഭാഗത്ത് സമ്മർദ്ദമുണ്ടായി. യഥാർത്ഥത്തിൽ വയലിലൂടെ പോകേണ്ട സ്ഥലത്ത് എലിവേറ്റഡ് ഹൈവേ പണിയേണ്ടതിന് പകരം വെറുതെ മണ്ണിട്ട് നികത്തി 10-15 കിലോമീറ്റർ ഉയരത്തിൽ മണ്ണിട്ട് നികത്തി യാതൊരു തയ്യാറെടുപ്പും നടത്താതെ നടത്തിയ ദുരന്തം ആണ് ഇപ്പോൾ സംഭവിക്കാൻ പോകുന്നത്. UDF ജില്ലാ ചെയർമാൻ PT മാത്യു, DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് മാർട്ടിൻ ജോർജ്, UDF ജില്ലാ കൺവീനർ അഡ്വക്കേറ്റ് അബ്ദുൽ കരീം ചേലേരി, KT സാഹദുള്ള, K ജയരാജ്, KK അഷ്റഫ്, VC നാരായണൻ, A രൂപേഷ്, VK ഷാഫി, ഹരീഷ് KT, പ്രശാന്ത് കോറം, EP ശ്യാമള തുടങ്ങിയവർ സംഘത്തിലുണ്ടായിരുന്നു. ന്യൂസ് ബ്യൂറോ, പയ്യന്നൂർ.